ഹലോ ഗൈസ്, നേരം വെളുത്തിട്ട് 8 മണി ആയിട്ടുണ്ടെങ്കിലും മഴയ്ക്കൊരു കുറവുമില്ല. രാത്രി പിടിച്ച മഴയാണ്. അങ്ങനെ മഴയത്ത് ഇങ്ങനെ ഉണങ്ങാതെ തുണികൾ എല്ലാ വീടുകളിലല്ല, സാധാരണക്കാരൻ്റെ വീടുകളിലൊക്കെ ഉള്ളതാണ്. കാർ ഷെഡിൽ ഇങ്ങനെ ഒരു ഷെഡും കുറേ തുണികളും. പിന്നെ പെങ്ങളെ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ കളിക്കുന്ന ഊഞ്ഞാലാണ്. അപ്പോൾ അവളെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവളെ കളിപ്പിക്കുക. അതിനിടയിൽ മഴ വല്ല ഒഴിവുണ്ടോ വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കുക. മഴയ്ക്ക് വല്ല ഒഴിവുണ്ടെങ്കിലല്ലേ പുറത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, നമ്മുടെ 100 രൂപയുടെ റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. പിന്നെ വീട് മൊത്തം ഇങ്ങനെ ഉണങ്ങാത്ത തുണികളും അയലുകളും ഉണങ്ങിയ തുണികളും ഇട്ട്, പിന്നെ 10 മണിക്കുള്ള ചായൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ കാണുന്നത്. കറക്റ്റ് തുണി കറക്റ്റ് ആളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ഓരോരുത്തച്ചോളം നമ്മൾ കറക്റ്റ് അവരുടെ മുറിയിൽ കൊണ്ടുപോയി വെച്ചെടുത്താൽ മതി. അതാണ് മെയിൻ ടാസ്ക്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു ചക്ക കിട്ടിയപ്പോൾ ചക്ക വീട്ടിൽ പരിപാടിയും കാര്യങ്ങളൊന്നും കാണിച്ചില്ല. കാരണം മഴയത്ത് ഷെഡിലിരുന്നാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ചക്ക ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കഴുകി മുറുക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് അതിലേക്ക് വേണ്ട ചെറിയുള്ളി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ താളിച്ച് കൊടുത്താൽ അടിപൊളി കട്ടൻ ചായ കൂട്ടിയിട്ട് എല്ലാവരും കഴിക്കും. 10 മണിക്കൊരു ചായ ഇവിടെ എല്ലാവർക്കും പതിവുള്ളതാണ്. കാരണം ഇവിടെ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. 10 മണിയാകുമ്പോൾ എല്ലാവർക്കും വിഷമം. കാരണം എല്ലാവരും നേരത്തെ 5 മണിയാകുമ്പോഴത്തേനും എനിക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് ഇത്തിരി വെള്ളമൊക്കെ കയറിയ ചക്കയായതുകൊണ്ട് തന്നെ നല്ല വെന്ത് പോയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഇടയ്ക്കൊന്ന് മഴ പെയ്ത് തുണിയെടുക്കാൻ ഓടിയോണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ കുറച്ച് നേരം പെങ്ങളുടെ കുട്ടീനായിട്ട് കളിച്ചു. അവളുടെ ബെസ്റ്റ് കളിപ്പാട്ടാണിത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ഇവളാണ് ഇവിടുത്തെ താരം. അവൾക്ക് എത്തിയാൽ പോയില്ലെങ്കിലും അവരെ കൊണ്ട് ഉറക്കുക, അവരെ മടിയിലിരിക്കുക, അവരോട് കളിക്കുക. ഇത് രണ്ടും അവളുടെ കളിക്കൂട്ടുകാരാണ്. അവരോട് വർത്താനൊക്കെ പറഞ്ഞാൽ അവർ കളിക്കും. അത് കഴിഞ്ഞപ്പോൾ അവളുടെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ വാപ്പ വന്നപ്പോൾ അവൾ പോയി. ഇപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമായി. അപ്പം ഇന്നത്രേ ഉള്ളൂ ഗൈസ്.